എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിലെ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ലോങ് വേവ്സും ഷോർട്ട് വേവ്സും ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അതൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. ഹീറ്റ് ബഡ്ജറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല. ആരും കമൻറ്റൊന്നും രേഖപ്പെടുത്തുന്നില്ല, ലൈക്ക് തരാൻ മറന്നു പോവുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെടുന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് നമുക്ക് ടെറസ്ട്രിയൽ റേഡിയേഷനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. The re-radiation of energy in the form of long waves from the Earth's surface is called terrestrial radiation. അത് അടയാളപ്പെടുത്തി വെച്ചോളുക. എന്താണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ? ഭൗമ വികിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ്റെ ഊർജ്ജം ഭൂമിയിലേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ഭൗമ ഉപരിതലത്തിൽ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഈ ഊർജ്ജം എങ്ങനെയാണ് പോകുന്നത്? ലോങ് വേവ്സ് ആയിട്ടാണ്, ദീർഘതരംഗങ്ങളായിട്ടാണ് ആ ഊർജ്ജം പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നത് ലോങ് വേവ്സ് ആയിട്ട് ആ ഊർജം പോകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളുക. എന്താണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ? ഭൂമിയിൽ നിന്നും സൂര്യൻ്റെ ഊർജം ലോങ് വേവ്സ് ആയിട്ട് പോകുന്നു. ആ ഒരു പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. The absorption of terrestrial radiation by the atmospheric gases such as carbon dioxide heats up the atmosphere. അപ്പോൾ ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാലോ, അന്തരീക്ഷത്തിൽ ഒരുപാട് ഹരിതഗൃഹ വാതകങ്ങളുണ്ടല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിനെ പോലെ, മീഥേനെ പോലെ, ക്ലോറോഫ്ലൂറോ കാർബണെ പോലെ ഒക്കെയുള്ള ഒരുപാട്, നൈട്രജനെ പോലെ, അങ്ങനെയുള്ള നൈട്രസ് ഓക്സൈഡ് കേട്ടോ, നൈട്രസ് ഓക്സൈഡ് അതുപോലുള്ള ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ ഈ പോകുന്ന ലോങ് വേവ്സ്, ഭൗമ വികിരണം ലോങ് വേവ്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ടെറസ്ട്രിയൽ റേഡിയേഷനെ ഇവരെന്ത് ചെയ്യും? ആഗിരണം ചെയ്യുന്നു. അപ്പോൾ അതുവഴി എന്ത് സംഭവിക്കുന്നു? അന്തരീക്ഷത്തിന് ചൂട് വർദ്ധിക്കുന്നു. ഈ പ്രതിഭാസത്തിനെ, ദിസ് ഫിനോമിന ഈസ് ടൈംഡ് ആസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അതിനെയാണ് ഹരിതഗൃഹ പ്രഭാവമെന്ന് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹരിതഗൃഹ വാതകങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, അതുപോലെ തന്നെ ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ്, അതെല്ലാം ഇതിന് എക്സാമ്പിളാണെന്ന് മനസ്സിലാക്കി വെച്ചോളുക കേട്ടോ. നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസസിന് എക്സാമ്പിളാണെന്ന് മനസ്സിലാക്കി വെച്ചോളുക. Almost entire energy reaching the earth as insolation is radiated back every day. Thus, the surface temperature of the earth remains balanced without becoming extremely hot or cold. This process of heat balancing is called heat budget of the earth. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അടയാളപ്പെടുത്തി വെച്ചോളുക. അപ്പോൾ നമുക്കറിയാം, എല്ലാ ദിവസവും ഭൂമിയിലേക്ക് സൂര്യൻ്റെ ഊർജം വരുന്നുണ്ട്. അപ്പോൾ ഈ ഊർജം ഇത്തരത്തിൽ പുനഃവികീരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതല താപം ക്രമാതീതമായി കൂടാതെയും കുറയാതെയും സന്തുലിതമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഈ താപസന്തുലിത പ്രക്രിയയെ ഭൂമിയുടെ താപ ബജറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ബജറ്റ് എന്നാണ് പറയുന്നത്. അതായത് സൂര്യൻ്റെ എനർജി ഭൂമിയിലേക്ക് എത്തുന്നു ഷോർട്ട് വേവ്സ് ആയിട്ട്. ആ ഹ്രസ്വ തരംഗങ്ങളായിട്ട് എത്തുന്ന ആ എനർജി ഭൂമി തിരിച്ച് വിടുന്നുണ്ട്. അത് ടെറസ്ട്രിയൽ റേഡിയേഷൻ നമ്മൾ പറഞ്ഞു. ലോങ് വേവ്സ് ആയിട്ടാണ് വിടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വരുന്ന താപം അത്രയും തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ ഭൂമിക്ക് ആവശ്യമുള്ള ചൂട് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതിനാണ് അവിടെ നമ്മൾ ആര് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ പോകുന്ന ടെറസ്ട്രിയൽ റേഡിയേഷനെ തടഞ്ഞു നിർത്തുകയും ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള ചൂട് നിലനിർത്തുകയും ചെയ്യുന്നു. അതായത് ക്രമാതീതമായിട്ട് താപം ഉയരാതെയും കുറയാതെയും സന്തുലിതമായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു താപസന്തുലിത പ്രക്രിയ ഭൂമിയുടെ കേട്ടല്ലോ, അതിനെയാണ് നമ്മൾ താപ ബജറ്റ് എന്ന് പറയുന്നത്.
ഇനി ഭൂമിക്ക് ചൂട് കൂടുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അന്തരീക്ഷ താപനില മുന്നേ വർഷത്തെ അപേക്ഷിച്ച് വളരെയധികം കൂടുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ടല്ലോ. അപ്പോൾ ഈ ബാലൻസിൽ, അതായത് ഹീറ്റ് ബജറ്റിൽ പ്രശ്നം വരുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് അന്തരീക്ഷത്തിൽ കൂടുന്നതുകൊണ്ട്. എങ്ങനെയായിരിക്കും ഇത് കൂടുന്നത്? മലിനീകരണ പ്രക്രിയയിലൂടെയൊക്കെ കൂടത്തില്ലേ? നമ്മളിവിടെയുള്ള വൃക്ഷങ്ങളെയൊക്കെ വെട്ടിമാറ്റുന്നു, അതൊക്കെ നശിപ്പിച്ച് നമ്മുടെ ആയിട്ടുള്ള കുറേ ബിൽഡിങ്സുകളും നമ്മുടെ കൺസ്ട്രക്ഷൻ പർപ്പസും അതുപോലെ റോഡ്, റെയിൽവേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ ഈ മരങ്ങളൊക്കെ വെട്ടുമ്പോൾ എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത്? മരങ്ങളൊക്കെ വെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. മരങ്ങളാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫോട്ടോസിന്തസിസ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അത് അവരുടെയും ഒരു സഹായം കൊണ്ടാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കാതെ സഹായിക്കുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിൽ ഓർക്കുക. ഇതൊക്കെ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ അവിടെ ഒരു ഭൂമിയുടെ താപ ബജറ്റിൻ്റെ ഒരു ഡയഗ്രാം പോലെ കൊടുത്തിട്ടുണ്ട്. ഇൻസുലേഷൻ വഴി ഭൂമിയിലേക്ക് എത്തുന്ന സൂര്യൻ്റെ ഊർജം, അതിൽ എത്രയൊക്കെയാണ് ഭൂമിയിലേക്ക് കിട്ടുന്നത്, ബാക്കി എങ്ങനെ പോകുന്നു എന്നൊക്കെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൺസിഡർ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് സോളാർ എനർജി റീച്ചിങ് ദ ടോപ്പ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത് ആസ് 100 units. Out of these, 35 units will be reflected back and 40 units will be absorbed by the atmospheric particles. The total amount of energy reaching the surface of the earth is estimated as 51 units. Out of these, 34 units will be transferred to the atmosphere through the process of heat transfer such as conduction and convection. By re-radiating 17 units of energy directly from the Earth's surface and 48 units from the atmosphere, the entire energy received by the Earth and its atmosphere gets sent back. ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന സൗരോർജ്ജത്തിൻ്റെ ഒരു യൂണിറ്റ് 100 നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിലൊരു 35 യൂണിറ്റ് ഊർജം പ്രതിഫലിച്ച് തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ ഒരു 14 യൂണിറ്റ് ഊർജ്ജം എന്ന് പറയുന്ന അന്തരീക്ഷത്തിലെ വസ്തുക്കൾ, നമുക്കറിയാം ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഇല്ലേ, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവയൊക്കെ ഇത് ആഗിരണം ചെയ്യും. അപ്പം 35ഉം 14ഉം കൂടി കൂട്ടുമ്പോൾ തന്നെ എത്രയായി? 49 യൂണിറ്റ് അങ്ങനെ പോകുന്നു. പിന്നെ പോയിട്ട് ബാക്കി എത്രയേ ഉള്ളൂ? 51 യൂണിറ്റേ ഉള്ളൂ. 51 യൂണിറ്റ് ഭൂമിയിലേക്ക് എത്തുന്നു. അത് വിവിധ താപന പ്രക്രിയയിലൂടെ, അതായത് കണ്ടക്ഷൻ, താപചാലനം, സംവഹനം, കൺവെക്ഷൻ തുടങ്ങിയ കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ നിന്ന് 34 യൂണിറ്റ് ഊർജം ആർക്ക് കൊടുക്കുന്നു? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിന് കൈമാറുന്നു. അന്തരീക്ഷത്തിലേക്ക് ഇപ്പം എത്ര എത്തി? 34 എത്തി. പിന്നെ ഒരു 17 യൂണിറ്റ് ഊർജം ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ട് പോകുന്നു. 48 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിൽ നിന്നും പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൂമിയിലും അന്തരീക്ഷത്തിലുമായി ലഭ്യമായ മുഴുവൻ ഊർജവും മടക്കി അയക്കുന്നെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കേട്ടല്ലോ. അപ്പോൾ ഈ 48 യൂണിറ്റ് അന്തരീക്ഷത്തിൽ നിന്നാണ് പോകുന്നത്, വികിരണം ചെയ്യുന്നത്. 34 യൂണിറ്റാണ് ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിന് കൈമാറുന്നത്. പിന്നെ 17 യൂണിറ്റ് ഊർജം ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ടും തിരിച്ചു പോകുന്നു. അപ്പോൾ ആ ഒരു ഭൂമിയുടെ താപ ബജറ്റിൻ്റെ ഇതാണ് ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കിക്കോളൂ എങ്ങനെയാണ് സംഭവം, താപ ബജറ്റ് എങ്ങനെയാണ് സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യുന്നതെന്നും കൂടിയൊന്നും മനസ്സിലാക്കി വെച്ചോളുക. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ദിവസത്തിൽ ഡു വി ഗെറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് എനർജി ഫ്രം ദ സൺ ത്രൂ ഔട്ട് ദ ഡേ? എല്ലാ ദിവസവും ഒരേപോലെയാണോ? ഒരേ താപം കിട്ടുന്നതിൻ്റെ എനർജി, സൂര്യനിൽ നിന്ന് വരുന്ന എനർജിയുടെ അളവ് ഒരേ അളവാണ് നമുക്ക്. The surface temperature of the earth gradually increases by the flow of insolation since the sun rises and attains the maximum by the noon at the atmosphere. As the atmosphere is heated through various processes of heat to transfer, it takes more time for the atmosphere to get heated up than the time taken for the earth's surface. Thus, the temperature recorded at 2 p.m. is considered as the maximum temperature of the day by the meteorologist. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം ആ സെൻറ്റൻസ്. The surface temperature of the earth gradually decreases in the afternoon due to the decrease in intensity of insolation as well as the simultaneous terrestrial radiation.
The Earth's surface as well as the atmosphere get cooled by more energy loss through terrestrial radiation during night. Thus, the temperature recorded just before the sunrise is considered as the minimum temperature of the day. ആ ലാസ്റ്റ് സെൻറ്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ ദിവസവും ഒരേ അളവിലൊന്നുമല്ല അല്ലേ, അതായത് സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെ കിട്ടുന്ന സൂര്യനിൽ നിന്നുള്ള എനർജിയിൽ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സൂര്യോദയം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ താപം ഇങ്ങനെ കൂടി വരും. ഏറ്റവും താപം കൂടിയത്, അതായത് ഈ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുമ്പോഴാണ് എന്താണ് കൂടുതൽ സമയം ആവശ്യമായിട്ട്, ഭൗമോപരിതലത്തിനേക്കാളും കൂടുതൽ സമയം അന്തരീക്ഷം ചൂടുപിടിക്കാനായിട്ട് ആവശ്യമായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണിയാണ് താപനില, ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില ഉച്ചയ്ക്ക് 2 മണിയാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഉച്ചതിരിഞ്ഞാകുമ്പോൾ ഈ സൗരവികിരണത്തിൻ്റെ, അതായത് ഇൻസുലേഷൻ്റെ അളവ് തീക്ഷ്ണത കുറഞ്ഞു വരികയും ഭൗമവികിരണം മൂലം അതുമൂലം ഉണ്ടാകുന്ന ഭൗമവികിരണത്തിൻ്റെ അളവും കുറഞ്ഞു വരുന്നു. സൗരവികിരണം ഉണ്ടാകുമ്പോഴല്ലേ ഭൗമവികിരണം ഉള്ളൂ, സൂര്യൻ്റെ ഊർജ്ജമല്ലേ ഭൂമി പ്രതിഫലിപ്പിക്കുന്നതും. അപ്പോൾ രാത്രികാല ഭൗമവികിരണത്തിലൂടെ കൂടുതൽ ഊർജ്ജം നഷ്ടപ്പെട്ട ഭൗമോപരിതല അന്തരീക്ഷവും തണുക്കുന്നു. അതിനാൽ സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയായിട്ട് കണക്കാക്കുന്നത്. അവിടെ 2 പോയിന്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം രാത്രിയാകുമ്പോൾ നമുക്കറിയാം ഭൂമി തണുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താണ് റേഡിയേഷൻ്റെ അളവും കുറവായിരിക്കും, ടെറസ്ട്രിയൽ റേഡിയേഷൻ്റെ അളവ്. കാരണം ആ സമയത്ത് സൂര്യൻ്റെ ഇൻസുലേഷൻ കുറവായതുകൊണ്ട് ടെറസ്ട്രിയൽ റേഡിയേഷനും പിന്നെ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത്, അതായത് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് സൂര്യോദയത്തിന് തൊട്ട് മുൻപുള്ള സമയമാണെന്ന് മനസ്സിലാക്കി വെച്ചോളുക. പിന്നെ അതിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്നത്. മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്നത് അന്തരീക്ഷ താപനില അളക്കാനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് തെർമോമീറ്റർ. അന്തരീക്ഷ താപനില അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പേരെന്താണ്? മാക്സിമം മിനിമം തെർമോമീറ്റർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ എങ്ങനെയാണ്? മാക്സിമം മിനിമം തെർമോമീറ്റർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെയ്ഡ് ബൈ കണക്റ്റിംഗ് 2 ഓർഡിനറി തെർമോമീറ്റേഴ്സ് യൂസിങ് എ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ്. അപ്പോൾ സാധാരണ ഉള്ള 2 തെർമോമീറ്ററുകളെ നമ്മൾ യു ആകൃതിയിലുള്ള ഒരു ഗ്ലാസ് ട്യൂബ് കൊണ്ട് യോജിപ്പിച്ചിട്ട് തയ്യാറാക്കുന്നതാണ് ഈ തെർമോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ, മാക്സിമം മിനിമം തെർമോമീറ്റർ. ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് ദ മിനിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ ക്യാൻ ബി റീഡ് ഔട്ട് ഫ്രം ദ റെക്കോർഡിങ്സ് ഓഫ് മാക്സിമം മിനിമം തെർമോമീറ്റർ. അപ്പോൾ ഇതിലൊരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നും മനസ്സിലാക്കി വെക്കുക. നമ്മൾ സാധാരണ താപനില അളക്കാനായിട്ട് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, അതൊക്കെയാണ് നമ്മൾ സാധാരണ എക്സ്ട്രാ റീഡിങ്ങിനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ എന്തൊക്കെയാണ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ് ആർ ദ കോമൺ യൂണിറ്റ്സ് ഫോർ റെക്കോർഡിംഗ് ടെമ്പറേച്ചർ ഇൻ ദ ടെമ്പറേച്ചർ. ഇൻ ഫാരൻഹീറ്റ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 32 degree ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഈസ് 212 degree. ദിസ് ഈസ് ഈക്വലൻറ്റ് ടു ദ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 100 degree Celsius റെസ്പെക്റ്റീവ്ലി. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ താപനില അളക്കുന്നതിനായിട്ട് നിങ്ങൾ വാർത്തയിലൊക്കെ കാണത്തില്ലേ കുഞ്ഞുങ്ങളെ, പാലക്കാട് 40 degree Celsius ചൂട്, ആലപ്പുഴ 23 degree എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡിഗ്രി സെൽഷ്യസിലാണ് സാധാരണ. ലോകം മുഴുവൻ ഡിഗ്രി സെൽഷ്യസിലാണ് അത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൂടാതെ ഫാരൻഹീറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഫാരൻഹീറ്റ് മുഖ്യമായിട്ട് യു എസ് എയിൽ മാത്രമായിട്ടാണ് ഈ ഫാരൻഹീറ്റ് പിന്നെ ആ ഒരു രേഖ ഉപയോഗിച്ചിട്ട് ടെമ്പറേച്ചർ കണക്കാക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസിൽ 0 degree ആണ് നമ്മുടെ എന്താണ് പിന്നെ ഖരാങ്കം, ജലത്തിൻ്റെ ഖരാങ്കം. അതായത് ഐസ് ആകുന്നതിന് 100 degree Celsius താപം മതിയാവും. പക്ഷേ വെള്ളം തിളക്കുന്നതിൻ്റെ താപനില എത്രയാണ്? 100 degree Celsius ആണ്. പക്ഷേ ഫാരൻഹീറ്റിൽ എത്ര മതി? മെൽറ്റിംഗ് പോയിന്റ് 32 degree മതി. 32 degree വേണം. 32 degree ആയാലേ ആ വെള്ളം തണുത്ത് ഐസ് ആവുകയുള്ളൂ. പക്ഷേ തിളനില എത്രയാണ്? വെള്ളത്തിൻ്റെ തിളനില ഫാരൻഹീറ്റിൽ 212 degree Celsius ആണെന്ന് കൂടി മനസ്സിലാക്കി വെച്ചോളുക. By making the use of maximum temperature and the minimum temperature, diurnal range of temperature and daily mean temperature can be calculated. അപ്പോൾ ഈ മാക്സിമം മിനിമം ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്ക് എന്താണ് ഡയൂർണൽ ടെമ്പറേച്ചർ, ഒരു ദിവസത്തെ
താപനിലയും കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും, അതായത് ദൈനിക താപാന്തരവും അതുപോലെ തന്നെ ദൈനിക ശരാശരി താപനിലയൊക്കെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അപ്പം എന്ത് വെച്ചിട്ടാണ്? നമ്മുടെ ഈ മാക്സിമം മിനിമം ടെമ്പറേച്ചർ വെച്ചിട്ടാണ്. എന്താണ് അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. എന്താണ് ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് ദ മിനിമം ടെമ്പറേച്ചർ. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം അല്ലെങ്കിൽ ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്ന? ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു diurnal range of temperature is equal to maximum temperature minus minimum temperature. അതായത് ദൈനിക താപാന്തരം ഇസ് ഈക്വൽ ടു കൂടിയ താപനില. ഒരു ദിവസത്തെ ചിലപ്പം ഉച്ചയ്ക്ക് നമ്മൾ പറഞ്ഞില്ല ഏറ്റവും കൂടിയ താപനില 2 മണിക്കാണ്, 2 PM നമ്മൾ, അത് ചിലപ്പോൾ ഒരു സ്ഥലത്ത് 40 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. 40 ഡിഗ്രി. ഏറ്റവും കുറഞ്ഞ താപനില ചിലപ്പം ഒരു 10 ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അന്നത്തെ ദൈനിക താപാന്തരം അല്ലെങ്കിൽ എന്താണ് പിന്നെ ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കിട്ടും. ഇനി എന്തിനാണ് ഈ ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്തെ ഏറ്റവും ഉയർന്ന താപനിലയും ഏറ്റവും കുറഞ്ഞ താപനിലയും അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? നമുക്ക് അവിടുത്തെ കാലാവസ്ഥയെ പറ്റി പഠിക്കാം. പിന്നെ കൃഷിക്ക് ചില വിളകൾ അവിടെ പറ്റുമോ? ചില വിളകൾക്ക് നല്ല കൂടിയ താപനില വേണം, രാത്രി ഇത്ര ഡിഗ്രി സെൽഷ്യസ് തണുപ്പ് വേണമെന്നൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ എസ്പെഷ്യലി ആപ്പിൾ മുന്തിരി പോലുള്ള വിളകൾക്കൊക്കെ ഇത്ര തണുപ്പ് വേണമെന്നൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ആ പ്രദേശത്ത് പറ്റുമോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ മരുഭൂമി തിരിച്ചറിയാനായിട്ട്, പിന്നെ മനുഷ്യർക്ക് അവിടെ സുഖകരമായിട്ടുള്ള ജീവിതം പ്രദാനം ചെയ്യുന്ന കാലാവസ്ഥയാണോ എന്നൊക്കെ അറിയാനായിട്ടൊക്കെ നമുക്ക് ഈ ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കണ്ടെത്തുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? എന്താണ് ദൈനിക ശരാശരി താപനില എന്ന് പറഞ്ഞാൽ ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ ഡേ ഈസ് കോൾഡ് ആസ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഒരു ദിവസത്തെ ശരാശരി താപനില കേട്ടോ. ഒരു ദിവസം ശരാശരി താപനിലയാണ് ദൈനിക ശരാശരി താപനില. ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ മാക്സിമം ടെമ്പറേച്ചർ കണ്ടുപിടിച്ചിട്ടുണ്ട്, മിനിമം ടെമ്പറേച്ചറും കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് തമ്മിൽ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ദൈനിക ശരാശരി താപനില നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിൽ പിന്നെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്നുകൂടി പറയാം. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ആ കണക്കൊന്ന് ചെയ്യാം. അവിടെ ഒരു ഡൈയൂർണലും അതുപോലെ തന്നെ ഡെയിലി മീൻ ടെമ്പറേച്ചറും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. The total energy of an object due to molecular movement is termed as heat. It is measured in joule. Degree of hotness of an object is its temperature. Temperature is recorded in the units such as degree Celsius, degree Fahrenheit and Kelvin. അപ്പോൾ തന്മാത്രാ ചലനം മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന ആകെ ഊർജ്ജമാണ് ചൂട് അതല്ലെങ്കിൽ താപം എന്ന് പറയുന്നത്. ഏത് ഏകകം വെച്ചിട്ടാണ്? ജൂൾ എന്ന് പറയുന്ന ഏകകം വെച്ചിട്ടാണ് രേഖപ്പെടുന്നത്. ഒരു തന്മാത്രാ ചലനം മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന ആകെ ഊർജ്ജം ഒരു വസ്തുവിൻ്റെ താപത്തിൻ്റെ അളവുകോലാണ്. ഇപ്പം നമ്മൾ അത് എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മളൊരു അടുപ്പത്ത് പാത്രം വെച്ചു, അതിലേക്ക് വെള്ളം ഒഴിച്ചു, നമ്മൾ സ്റ്റൗ കത്തിച്ച് ആ വെള്ളം തിളപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം താഴെയുള്ള തന്മാത്രകൾക്ക് ചൂട് പിടിച്ച് അത് മുകളിലേക്ക് ആ ചൂട് പകരുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെയാണ് നമുക്ക് ആ വസ്തുവിൽ ഉണ്ടാകുന്ന ആ തന്മാത്ര ചെല്ലുമ്പോൾ ആ ജലത്തിലുണ്ടാകുന്ന ആകെ ഊർജ്ജമാണ്, ചൂടാണ്, താപം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഇത് നമുക്കറിയാം തിള വന്നിട്ടുള്ളൊരു സമയം ഉണ്ടാവും, ഇത് തിളച്ച് വരുന്നൊരു സമയം. ആ സമയത്ത് നമുക്ക് എന്താണ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് അതിൻ്റെ തിളനിലയെന്ന് നമുക്കറിയാം. അപ്പം അതിൽ താഴത്തും തിളനില വരത്തില്ലേ 100 ആകണേന് മുമ്പ്. അപ്പം നമ്മൾ അളക്കല്ലേ, ഒരു വസ്തുവിൻ്റെ താപത്തിൻ്റെ അളവ് പോലാണ് അതിൻ്റെ ഊഷ്മാവ്. ഇത്ര ഡിഗ്രി താപനിലയുണ്ട് ഇതിന്. ഇതൊക്കെ കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ വലിയ വലിയ പ്ലാന്റുകളിലൊക്കെ ഇല്ലേ, ഇത്ര ടെമ്പറേച്ചർ കൊടുക്കണമെന്നും പറഞ്ഞൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇത്ര ഡിഗ്രി സെൽഷ്യസ് ചൂട് പ്രദാനം ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെയൊക്കെയാണ് മുഖ്യമായിട്ട് ഈ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നതെന്നെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിൽ ഓർത്ത് വെക്കുക. പിന്നെ ഇത് അളക്കാനായിട്ട് ടെമ്പറേച്ചർ പിന്നെന്താണ് നമ്മൾ ഊഷ്മാവ് അളക്കാനായിട്ട്, അതായത് താപനില അളക്കാനായിട്ട് നമ്മൾ
ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും കൂടാതെ കെൽവിൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചോളുക. കെൽവിനും ഒരു പിന്നെ എന്താണ് താപനിലയുടെ SI യൂണിറ്റ് ആയിട്ടാണ് പരിഗണിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ മൈനസ് താപനിലയില്ല. നമ്മളിപ്പം ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ മൈനസ് പറയുന്നുണ്ട് കേട്ടല്ലോ. ഇതിലും എന്താണ് ഇതിൽ പക്ഷേ എന്താണ് മൈനസ് ഇല്ല എന്ന് മനസ്സിലാക്കി എന്ന് വെച്ചേക്ക്. ഇതിൽ കെൽവിനിൽ മൈനസിൽ നമ്മൾ പറയാറില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അവിടെ ഒരു മാത്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാൽക്കുലേറ്റ് ദ diurnal range of temperature and the daily mean temperature if the maximum and minimum temperature of a place are 36 degrees Celsius and 28 degrees Celsius respectively. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയൂർണൽ എന്ന് പറയുമ്പോൾ മാക്സിമം മൈനസ് മിനിമം. ഇവിടെ മാക്സിമം എത്രയാണ്? 36 മൈനസ് 28 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8. അതാണ് ഡയൂർണൽ. ഇനി ആവറേജിൻ്റെ ഇക്വേഷൻ എന്താണ്? മാക്സിമം പ്ലസ് മിനിമം രണ്ടും കൂടി കൂട്ടിയിട്ട് അതിന് വെച്ച് 2 വെച്ച് ഹരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മാക്സിമം എത്രയാണ്? 36 പ്ലസ് 28 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 36 28 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 64 കിട്ടും. അതിന് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 32 കിട്ടും. അതാണ് നമ്മുടെ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി അവിടെ പ്രധാനമായിട്ടും പറയുന്ന ഐസോതേമിനെ പറ്റിയിട്ടാണ്. ഐസോതേം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഇമാജിനറി ലൈൻ ദാറ്റ് കണക്റ്റ് എന്താണ് സ്മൂത്ത് കർവ്ഡ് ലൈൻസ് ആർ ഡ്രോൺ കണക്റ്റിംഗ് ദ പ്ലേസസ് ഹാവിങ് ഈക്വൽ ടെമ്പറേച്ചർ. ആ ഒരൊറ്റൊരു പോയിന്റ് അവിടെ നിന്ന് പഠിച്ചാൽ മതി. എന്താണ് ഐസോതേംസ് എന്ന് പറയുന്നത്? എന്താണ് സമതാപരേഖകൾ? എന്താണ് സമതാപരേഖകൾ? അതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ താപമുള്ള സ്ഥലങ്ങളെ, ഒരേ താപനിലയുള്ള സ്ഥലങ്ങളെ തമ്മിൽ നമ്മൾ ആ പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖയ്ക്കാണ് ദാറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ ദാറ്റ് കണക്റ്റിംഗ് ദ പ്ലേസസ് ഹാവിങ് ഈക്വൽ ടെമ്പറേച്ചർ. ഒരേ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന രേഖകളെയാണ് സമതാപ രേഖകൾ അല്ലെങ്കിൽ ഐസോതേംസ് എന്ന് വിളിക്കുന്നത്. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. 12ാമത്തെ പേജിൽ ഇക്വേറ്ററിന് മുകളിലേക്കും ഇക്വേറ്ററിന് താഴേക്കുമായിട്ട് 10 ഡിഗ്രി 20 ഡിഗ്രി സെൽഷ്യസ് 0 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് -25 ഡിഗ്രി -12 ഡിഗ്രി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുക ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഓഫ് ഐസോതേം ഷോൺ ഇൻ ദ മാപ്പ് യൂണിഫോം ആണോ? അല്ല. യു മൈറ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് ദ ടെമ്പറേച്ചർ ഗ്രാജുവലി ഡിക്രീസസ് വൈൽ മൂവിങ് അവേ ഫ്രം ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്ന് അകലും തോറും ടെമ്പറേച്ചർ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇക്വേറ്ററിൽ എത്രയാണ് ടെമ്പറേച്ചർ കാണിച്ചിരിക്കുന്നത്? 30 ഡിഗ്രി സെൽഷ്യസ്. മുകളിലോട്ട് പോകുന്നതോറും 20 10 0 അങ്ങനെയൊക്കെ മൈനസിലോട്ടും പോകുന്നുണ്ട്. താഴത്തും എന്താണ് 30 20 10 0 എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ദ ഐസോതേം ഷോസ് ദ എ നോട്ടീസബിൾ ബെൻഡ് along the land sea confluences. What may be the reason? ഇപ്പോൾ നമുക്ക് ഈ സമതാപരേഖകൾ കരയും കടലും ചേരുന്ന സ്ഥലങ്ങളിൽ ഒരു ചരിവ്, ശരിക്കും ഒരു ചരിവ് വളഞ്ഞു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള കരയും കടലും തമ്മിലുള്ള ചൂടിലുള്ള വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കേട്ടല്ലോ, കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നു, കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. പക്ഷെ കടൽ വളരെ പതുക്കെയാണ് ചൂട് പിടിക്കുന്നത്. അപ്പോൾ ആ കരയിൽ നിന്ന് കടലിലേക്ക് ആ സമതാപ രേഖകൾ പോകുമ്പോൾ അതിലൊരു വളവുണ്ടാവും. അതുകൊണ്ടാണ് അതങ്ങനെ വച്ചിരിക്കുന്നത്. കമ്പയർ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഐസോതേംസ് ആർ മോർ ഓർ ലെസ് പാരലൽ ടു ദ ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. വൈ? ഇപ്പം നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഐസോതേംസും സമതാപ രേഖകൾ ദക്ഷിണാർദ്ധഗോളത്തിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഉത്തരാർദ്ധഗോളത്തിനെ അപേക്ഷിച്ചിട്ട് ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് ഒരേപോലെ ആണ് ആ രേഖകൾ പോയിരിക്കുന്നത്, സമാന്തരമായിട്ടാണ് പോയിരിക്കുന്നത്. കാരണം എന്താണ്? അവിടെ എന്താണ് കൂടുതലും ഓഷ്യനാണ്, കടലാണ് അല്ലേ? താപനില പെട്ടെന്ന് മാറത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ദർ ഇസ് എ സ്പേഷ്യൽ ആൻഡ് there is a spatial and temporal variation in the temperature experienced on Earth. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള എന്താണ് താപനില പല സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള താപനില. അതെന്താണ് കാരണം? അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്
which are the factors influencing the distribution of temperature. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമതാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതായത് അക്ഷാംശീയ സ്ഥാനം. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടാകും. ടെക്സ്റ്റിൽ മുൻ വർഷങ്ങളിലെ ടെക്സ്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. അപ്പോൾ ഇതെന്താണ്? അക്ഷാംശീയ സ്ഥാനം. ഏത് അക്ഷാംശത്തിലാണ് ആ പ്രദേശം കിടക്കുന്നതെന്ന് എന്താണ് അതിൻ്റെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. വെരി ഹൈ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് അലോങ് ദ ഇക്വറ്റോറിയൽ റീജിയൻ വെയർ ദ ഇൻസിഡൻസ് ഓഫ് സൺറൈസ് ഈസ് ഓൾമോസ്റ്റ് വെർട്ടിക്കൽ. നമുക്കറിയാം, ഇത് അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. സൺറൈസ് ഡയറക്റ്റായിട്ട് വെർട്ടിക്കലായിട്ട് എവിടെ വന്ന് വധിക്കുകയാണ്? നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്നും താഴത്തേക്കും മുകളിലോട്ടും പോകുമ്പോൾ സൺറൈസ് കിട്ടുന്നത് എങ്ങനെയാണ്? വളരെ ചരിഞ്ഞാണ് കിട്ടുന്നത്. ഓവിങ് ടു ദ സ്പെറിക്കൽ ഷേപ്പ് ഓഫ് ദ ഇൻസിഡൻസ് ഓഫ് സൺറൈസ് ആർ മോർ ഇൻക്ലൈൻഡ് അവേ ഫ്രം ദ ഇക്വറ്റോർ ടുവേഴ്സ് ദ പോൾസ്. ദ ടെമ്പറേച്ചർ ഗ്രാജുവലി ഡിക്രീസസ് ടുവേഴ്സ് both the poles. On the basis of this, different temperature zone may be formed. അപ്പോൾ അതുകൊണ്ട് സൂര്യരശ്മികൾ ഡയറക്റ്റായിട്ട് ഇക്വറ്റോറിയൽ പാർട്ടിൽ ലഭിക്കുന്നു. ഭൂമധ്യരേഖ പ്രദേശത്ത് കിട്ടുന്നു. അതിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ, അതായത് ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴും താഴത്തോട്ട് പോകുമ്പോൾ സൂര്യൻ്റെ പ്രകാശത്തിലെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നു, കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ടെമ്പറേച്ചർ സോണുകൾ, താപനില മേഖലകൾ രൂപപ്പെടുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഭൂമിക്ക് ഗോളാകൃതിയാണ് അല്ലേ. അപ്പം മധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ സൂര്യരശ്മികൾ കുറച്ച് ചരിച്ചൊക്കെയാണ് പതിക്കുന്നത്. ഭൂമധ്യരേഖയിലാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പതിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഭൂമധ്യരേഖ പ്രദേശം ഇക്വറ്റോറിയൻ്റെ 23 ഡിഗ്രി നോർത്തിലും 23 ഡിഗ്രി സൗത്തിലും, അതായത് പേജ് നമ്പർ 14 ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും ഇക്വറ്റോറിയലിൻ്റെ 2 സൈഡിലായിട്ട് 23 ഡിഗ്രി നോർത്തിലും സൗത്തിലുമായിട്ട് ഉള്ള ആ ഏരിയ, നന്നായിട്ട് ചൂട് കിട്ടുന്ന ഏരിയയാണ്. അതിനെയാണ് നമ്മൾ ടോറിഡ് സോൺ എന്ന് പറയുന്നത്, അതായത് ഉഷ്ണമേഖല. അവിടെ എന്തുകൊണ്ട് ഉഷ്ണമേഖല? ഭയങ്കര ഉഷ്ണമാണ് അവിടെ, സൂര്യൻ്റെ ചൂട് നല്ല രീതിയിൽ കിട്ടുന്ന പ്രദേശമാണ്. അതുകൊണ്ടത് ടോറിഡ് സോൺ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നോക്കിക്കുക, 23 ഡിഗ്രി നോർത്ത് തൊട്ട് 66 ഡിഗ്രി നോർത്ത് വരെ ഉള്ള സ്ഥലം എന്താണ്? നോർത്ത് ടെമ്പറേറ്റ് സോൺ, ഉത്തര മിതോഷ്ണ മേഖല. മിതോഷ്ണമാണ്, അധികം ഉഷ്ണം, അതായത് ചൂടവിടെ ഇല്ല. മറ്റേ ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭൂമധ്യരേഖയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഒരു പ്ലേസ് നമുക്ക് സദേൺ ഹെമിസ്ഫിയറിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും കാണാൻ സാധിക്കും. 23 ഡിഗ്രി തെക്ക് തൊട്ട് 66 ഡിഗ്രി തെക്ക് വരെ എന്താണ്? ദക്ഷിണ മിതോഷ്ണ മേഖലയാണ്. ഇനി 66 ഡിഗ്രി വടക്ക് തൊട്ട് നോർത്ത് തൊട്ട് 90 ഡിഗ്രി നോർത്ത് വരെ, അതായത് ഉത്തര ധ്രുവം വരെ, നോർത്ത് പോൾ വരെ എന്താണ്? ശൈത്യമേഖലയാണ്. അവിടെ സൂര്യൻ്റെ പ്രകാശം നല്ല രീതിയിൽ കിട്ടുന്ന പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ മഞ്ഞ് മൂടി കിടക്കുന്നു. അങ്ങനെ ഒരു പ്രദേശം നമുക്ക് താഴത്തും കാണാൻ സാധിക്കും, സൗത്ത് ഫ്രിജിഡ് സോൺ. അതെന്താണ്? 66 ഡിഗ്രി തെക്ക് തൊട്ട് 90 ഡിഗ്രി തെക്ക് വരെ ഉള്ള പ്രദേശമാണ്. അപ്പോൾ 0 ഡിഗ്രിയിൽ നിന്നാണ് 0 ഡിഗ്രി ഭൂമധ്യരേഖയാണ്. ആ പ്രദേശം തൊട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൂര്യൻ്റെ പ്രകാശത്തിലെ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള സോൺസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? താപവിതരണത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം, അത് ആൾട്ടിറ്റ്യൂഡാണ്. അതായത് ഉയരം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ഗ്രാജുവലി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ്. ഈ ഉയരം കൂടുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? അന്തരീക്ഷ താപനിലയിൽ ക്രമേണ കുറഞ്ഞു വരുന്നു. അത് നമുക്കറിയാം. നമ്മൾ ഈ നിരപ്പായ പ്രദേശങ്ങളിൽ നിന്നും മലമുകളിലോട്ടൊക്കെ പോകുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും? ചൂട്, താപനില കുറവായിരിക്കും. അപ്പോൾ ഉയരം കൂടുന്നതനുസരിച്ചിട്ട് താപനിലയിൽ കുറവ് സംഭവിക്കുന്നു. ദ ഫിനോമിനൻ ഓഫ് ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ അറ്റ് ദ റേറ്റ് ഓഫ് 6.4 degree Celsius per kilometer of latitude. The phenomenon of gradual decrease in temperature at the rate of 6.4 degrees Celsius per kilometer of altitude is termed as normal lapse rate. അത് അടയാളപ്പെടുത്തി വെച്ചേക്കണം കേട്ടോ. ഈ രണ്ടാമത്തെ പോയിന്റും പഠിച്ചോണേ. എന്താണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വെച്ചാൽ
എന്താണ് ഓരോ കിലോമീറ്റർ ഉയരത്തിനും എത്രയാണ് അപ്പോൾ 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷത്തിലെ താപനില കുറഞ്ഞു വരുന്ന പ്രതിഭാസത്തെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. 6.4 ഡിഗ്രി സെൽഷ്യസ് മറന്നുപോലെ 1 കിലോമീറ്ററിന് = 6.4. അത് വെച്ചിട്ടാണെങ്കിൽ ആ കണക്കൊന്ന് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്, അവിടെ ഒരു ഇത് കൊടുത്തിട്ടില്ലേ, എന്താണ് 0 കിലോമീറ്റർ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, ഒരു കിലോമീറ്റർ ആയപ്പോൾ അത് 6.4, 30-ൽ നിന്ന് 6.4 കുറയുന്നു. അടുത്ത് 23.6-ൽ നിന്ന് 6.4 കുറയുന്നു. 17.2-ൽ നിന്ന് 6.4 കുറയുന്നു. 10.8-ൽ നിന്നും 6.4 കുറഞ്ഞ് 4.4 ആകുന്നു. വീണ്ടും അതിൽ നിന്നും എന്താണ് 6.4 കുറയുന്നു, അത് -2.0 ആകുന്നു. വീണ്ടും അതിൽ നിന്നും എത്ര കുറക്കണം, 6.4 കുറക്കണം. മൈനസും മൈനസാകുമ്പോൾ എത്ര വരും, രണ്ടും കൂടി കൂട്ടിയിട്ട് മനസ്സിൻ്റെ ചിഹ്നം ഇട്ടാൽ മതിയില്ല. അപ്പോൾ 6ഉം 2 8 8.4 അതിൻ്റെ ഉത്തരം. മൈനസും കൂടി ചേർക്കുക. 8.4 6 കിലോമീറ്റർ ആകുമ്പോൾ വരുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാം ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ. നമുക്കറിയാമല്ലോ സമുദ്രവും കരയും, അതായത് കടലും കരയും തമ്മിൽ വ്യത്യസ്തമായിട്ടാണ് ചൂട് പിടിക്കുന്നത്. Compared to sea, land gets heated and cooled at a faster rate. നമ്മൾ കടലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ കരയെന്ന് പറയുന്നത് പെട്ടെന്ന് ചൂട് പിടിക്കും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ദസ് ദ ലാൻഡ് ഏരിയാസ് എക്സ്പീരിയൻസ് ഹയർ സമ്മർ ടെമ്പറേച്ചർ ആൻഡ് ലോവർ വിൻ്റർ ടെമ്പറേച്ചർ വെൻ കമ്പയർഡ് ടു സീ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കടലുമായിട്ട് നമ്മൾ താരതമ്യം പെടുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കരഭാഗങ്ങൾ ഉഷ്ണകാലങ്ങളിൽ, അതായത് സമ്മർ ടെമ്പറേച്ചറിൽ അന്തരീക്ഷ താപനില വളരെ കൂടിയിരിക്കുന്നതായിട്ടും ശൈത്യകാലങ്ങളിൽ അന്തരീക്ഷ താപനില കുറഞ്ഞിരിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ മൂന്നാമത്തെ ഫാക്ടറാണ് കേട്ടോ, ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ. ദെൻ ഡിസ്റ്റൻസ് ഫ്രം ദ സീ. ഈ സമുദ്രത്തിൽ നിന്നുള്ള അകലം എങ്ങനെയാണ് ആ ഒരു പ്രദേശത്ത് നോക്കാം. The winds blowing from land to sea and vice versa helps to moderate the temperature experienced along coastal areas. Away from the sea, the maritime influence gradually decreased to cause very high day temperature and low night temperature. നമുക്കറിയാം സമുദ്രതീര പ്രദേശങ്ങളിൽ കടലിൽ നിന്നും കരയിലേക്ക് തിരിച്ച് വീശുന്ന കാറ്റുകൾ താപനിലയിൽ മിതമായി നിലനിർത്താൻ സഹായിക്കുന്നുവെന്ന് നമുക്കറിയാൻ സാധിക്കും. ഇപ്പം നമുക്ക് അറിയാം പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നു, അവിടുത്തെ വായു നേരെ മുകൾപോട്ട് ഉയരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് കടലിൽ നിന്നും കരയിലേക്ക് കാറ്റ് വീശുന്നു. അവിടെ കരയിലേക്ക് ആർദ്രതയുള്ള വായു, ജലാംശമുള്ള വായുവാണ് വരുന്നത്. സ്വാഭാവികമായിട്ട് അവിടുത്തെ നല്ലൊരു തണുപ്പ് പ്രദാനം ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതായത് സമുദ്രത്തിൽ നിന്ന് അകലും തോറും സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയർന്നതായിരിക്കും. രാത്രിയിലാണെങ്കിലോ താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു. ഇപ്പോൾ എയും ബിയും എന്ന് പറയുന്ന 2 പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന സമുദ്രത്തിന് അടുത്ത് കിടക്കുന്നതാണ്, അറേബ്യൻ സീക്ക് അടുത്ത് കിടക്കുന്നതാണ്. ആ പ്രദേശത്ത് എങ്ങനെയാണ്, അവിടെ മിതമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും. എന്ന് വെച്ചാൽ അധികം ചൂടുമില്ല, അധികം തണുപ്പില്ലാത്തതായിരിക്കും. ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ ഇതുപോലെ. പക്ഷേ സമുദ്രത്തിൻ്റെ സാമീപ്യത്തിൽ നിന്ന് അകന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ബി. അവിടെ സംബന്ധിച്ച് അവിടെ ചൂട് കൂടുന്ന സമയത്തും നല്ല ചൂടായിരിക്കും, കാരണം സമുദ്ര സാമീപ്യം കുറവാണ്. തണുക്കുന്ന സമയത്ത് നല്ല തണുപ്പുമായിരിക്കും. അപ്പം ഈ സമുദ്ര സാമീപ്യം ഉള്ളത് കൊണ്ട് മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കും ഒരു പ്രദേശത്തുണ്ടാവുക, അല്ലെങ്കിൽ എക്സ്ട്രീം ക്ലൈമറ്റ് അഫക്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഓഷ്യൻ കറണ്ട് മറ്റൊരു പോയിൻ്റാണ്. നമ്മുടെ ഓഷ്യൻ കറൻസ് ഈ ടെമ്പറേച്ചർ ഒരു പ്രദേശത്തെ താപനിലയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദ ടെമ്പറേച്ചർ അലോങ് ദ കോസ്റ്റൽ റീജിയൻ ഈസ് റൈസ്ഡ് ഓർ ലോവർ ബൈ ദ വാം കറൻസ് ആൻഡ് കോൾഡ് കറൻസ് റെസ്പെക്റ്റീവ്ലി ആസ് എ പാസ് ബൈ. ഇനി ഒരു പ്രദേശത്തെ സമുദ്രം ചലിക്കുമെന്നറിയാമല്ലോ. സമുദ്രം ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ സമുദ്ര സഞ്ചാരം കൊണ്ട് ഒരു പ്രദേശത്തെ ചൂട് കൂട്ടുകയോ അല്ലെങ്കിൽ ചൂട് കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് സാധ്യമാകും. അതായത് സമുദ്ര സഞ്ചാരത്തിൽ തന്നെ, അതായത് സമുദ്രജല പ്രവാഹങ്ങൾ തന്നെ വാം കറൻസും ഉണ്ട്, കോൾഡ് കറൻസും ഉണ്ട്. ചൂട് ആർന്ന പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കറൻസ്, അതായത് സമുദ്രജലങ്ങൾ ചൂടായിരിക്കും കൊണ്ടുവരിക, തണുത്ത പ്രദേശങ്ങളിൽ നിന്ന് തണുപ്പായിരിക്കും കൊണ്ടുവരിക. അപ്പോൾ ഇവർ ഈ ഒരു പ്രദേശത്തേക്ക് ചെല്ലുമ്പം ചിലപ്പോൾ അവിടെ ആ പ്രദേശത്ത് ചൂട് കൂട്ടാം അല്ലെങ്കിൽ തണുപ്പ് ആക്കാം.
അപ്പോൾ അങ്ങനെ സമുദ്രജല പ്രവാഹങ്ങളും ഒരു പ്രദേശത്തെ താപനിലയെ സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെ ഒരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ വാം കറണ്ട് കോൾ നോർ അറ്റ്ലാന്റിക് കറണ്ട് ഗീവ്സ് റിലീഫ് ഫോർ ദ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ഫ്രം സിവിയർ കോൾഡ്. ഇനി യൂറോപ്പിൻ്റെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെസ്റ്റേൺ പാർട്ടുള്ള വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ ഭയങ്കര തണുപ്പായിരിക്കുന്ന സമയത്ത് ആരടാ വരുന്ന അങ്ങോട്ട് വാം കറണ്ട് ആയിട്ടുള്ള നോർത്ത് അറ്റ്ലാന്റിക് കറണ്ട്. അതെന്താണ്? ഉഷ്ണജല പ്രവാഹമാണ് കേട്ടോ, ചൂട് കൂടിയതാണത്. അപ്പോൾ അതങ്ങോട്ട് വരികയാണ്. നോർത്ത് അറ്റ്ലാന്റിക് കറണ്ട് എങ്ങോട്ട് പോവുകയാണ്? വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലേക്ക് ചെല്ലുകയാണ്. സ്വാഭാവികമായിട്ട് അവിടെ എന്താണ്, ആ ഒരു തണുപ്പിൽ നിന്ന് അവർക്കൊരു മോചനം കിട്ടുന്നു. ഓൺ ദ അതർ ഹാൻഡ്, ദ പ്ലേസ് സിറ്റുവേറ്റഡ് അലോങ് ദ നോർത്ത് ഈസ്റ്റേൺ കാനഡ. നോക്കിക്കുക, കാനഡയുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലേക്ക് ആര് വരുന്നുണ്ട്? നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലേക്ക് which are also the same latitude to experience a severe cold for months due to the influence of Labrador cold current. ലാബ്രഡോർ കോൾഡ് കറണ്ടാണ് കാനഡയുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലേക്ക് വരുന്നത്. അവർ വരുന്നതെന്ന് പറഞ്ഞാൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് കൊടുക്കുന്നു? ശീതജല പ്രവാഹമാണത്, കോൾഡ് കറണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു അക്ഷാംശത്തിലും അതേ അക്ഷാംശത്തിൽ തന്നെയാണ് കാനഡയെ സ്ഥിതി ചെയ്യുന്നെങ്കിൽ തന്നെയും ആ ഒരു സമയത്ത് ലാബ്രഡോർ വരുന്നത് കൊണ്ട് അവിടെ എന്താണ്, കുറേ നാളത്തേക്ക് കൊടും തണുപ്പായിരിക്കുമെന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റിലീഫാണ്. റിലീഫ് കേട്ടോ, എന്തിനെ സ്വാധീനിക്കുന്നതാണ്? താപനിലയെ, ഒരു പ്രദേശത്തിൻ്റെ താപനിലയെ സ്വാധീനിക്കുന്ന ഭൂപ്രകൃതി എന്ന് പറയുന്നത് റിലീഫ്. അതിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് 1.9 വിച്ച് ഓഫ് ദ 2 മൗണ്ടൻ സ്ലോപ്സ് മാർക്ക്ഡ് A and B gets more sunlight. Now you must have understood that the availability of sunlight differs from one place to another in accordance with the relief. Due to this difference, mountain slopes facing the sun experience higher temperature and opposite slopes experience lower temperature. ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, എയും ബി എന്നും പറഞ്ഞ് 2 സ്ഥലം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പർവ്വതച്ചരിവാണ്. പർവ്വതച്ചരിവുകളിൽ എവിടെയായിരിക്കും ഈ സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ ലഭിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എയിൽ ഡയറക്റ്റ് കിട്ടുന്നുണ്ട്, ബിയിലാണെങ്കിൽ എന്താണ്, ഒരു പർവ്വതത്തിൻ്റെ അപ്പുറത്തെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തായിരിക്കും, അവിടെ കിട്ടാനായിട്ട് സൂര്യപ്രകാശം ബിയിൽ കിട്ടുന്ന പോലെ കഠിനമായിട്ട് അവിടെ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഭൂപ്രകൃതിക്കനുസരിച്ച് ഭൂമിയിൽ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഈ ഒരു പിക്ചർ വെച്ചിട്ട്. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയിലെ ഈ വ്യത്യാസം സൂര്യന് അഭിമുഖമായ പർവ്വതച്ചരിവുകളിൽ താരതമ്യേന കൂടുതൽ. ഇപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് സൂര്യരശ്മികൾ ഡയറക്റ്റ് വന്ന് വധിക്കുന്നു. പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കുന്നിൻ്റെ അപ്പുറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുന്ന് നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് സൂര്യരശ്മികൾ കടന്നു ചെല്ലാനായിട്ട് അതിൻ്റെ താപം കൊണ്ടുചെല്ലുന്നതിൻ്റെ അളവ് കുറവായിരിക്കും എന്നും മനസ്സിലാക്കി വെക്കുക. അപ്പം പർവ്വതച്ചെരിവുകൾ താരതമ്യേന സൂര്യന് അഭിമുഖമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ താപനില കൂടും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ വിപരീത അതിൻ്റെ പുറയിലാണെങ്കിലോ താപനില കുറയുന്നതിനും കാരണമാകുന്നുവെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ, സ്പീഡാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കണമെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.